കൃഷി നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കൃഷിക്കാരുണ്ടെങ്കിലും നമ്മുടെ മണ്ഡല വികസന അജണ്ടയിൽ കൃഷി അങ്ങനെ നേരത്തെ വന്നിരുന്നില്ല. ഇപ്പോൾ കൃഷി ഒരു പ്രധാനപ്പെട്ട മുൻഗണനയുള്ള അജണ്ടയായി മാറി. 1000 ഏക്കറിലധികം നമുക്ക് തരിശ് കിടന്ന പാടങ്ങൾ നെൽകൃഷിയിലേക്ക് എത്തിക്കാൻ കഴിയും. 1200ഓളം ഏക്കറിൽ പുതുതായി പച്ചക്കറി കൃഷി. കുന്നുകര പിന്നെ പണ്ടേ കൃഷിയിൽ പ്രസിദ്ധമാണ്. ഇതുവഴിയൊക്കെ പോകുമ്പോൾ നല്ല പച്ചപ്പ് എപ്പോഴും കാണാവുന്ന സ്ഥലമാണ്. എന്നാൽ അത് ഇപ്പോൾ ബിജുവിടെ പറഞ്ഞല്ലോ, വൈകി നട്ട് അല്ലെങ്കിൽ വിതച്ച് വൈകി കൊയ്യുന്ന രീതി, അത് ഇപ്പം നമുക്ക് മാറ്റാൻ കഴിയും. അതിന് കൃഷിക്കൊപ്പം കളമശ്ശേരിയുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ചെറുരൂപയ്ക്ക് എത്ര പണം കിട്ടി, എത്ര സഹായം കിട്ടി, കൃഷി ശരിക്കും നടക്കണമെങ്കിൽ വിവിധ വകുപ്പുകളുടെ ഏകോപനമാണ് പ്രധാനം. ഇപ്പം നമ്മൾ 15 ഏക്കറിലാണ് അല്ലേ കൃഷി ഓഫീസർ മുണ്ടകൻ ഇപ്പോൾ ചെയ്യാണ്, പുതുതായി തരിശ് കിടന്നിരുന്നതാണ്. അത് കൃഷി ചെയ്യാൻ പറ്റിയത് എന്തുകൊണ്ടാണ്? വേണ്ടാന്ന് ആളുകൾ വിചാരിച്ചത് കൊണ്ടല്ല. നന്നായിട്ട് വെള്ളം കിട്ടണം. ആദ്യം കൃഷി വേണമെങ്കിൽ വെള്ളം വേണം. അപ്പം അതുകൊണ്ട് ഈ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുമ്പോൾ 8 കോടി നമ്മൾ തോടുകൾ വീണ്ടെടുത്ത് കലുങ്കുകൾ ഒഴുക്ക് ശക്തിപ്പെടുന്ന രൂപത്തിൽ പുനഃക്രമീകരിക്കാൻ 2 പഞ്ചായത്തിൽ ചെലവഴിച്ചു. ഒരു തോടിന് വേണ്ടി മാത്രം വേറൊരു 1.5 കോടി ചെലവഴിച്ചു. ഇപ്പോൾ ഓഞ്ഞിത്തോടിന് 1 കോടി മാറ്റിവെച്ച് തുടങ്ങുകയാണ്. ശരിക്കും തോടൊക്കെ വൃത്തിയാക്കി വെള്ളം ഒഴുക്ക് ശക്തിപ്പെടുത്തി കൃഷി മെച്ചപ്പെടുത്താനും വെള്ളപ്പൊക്കം ഒഴിവാക്കാനും വേണ്ടി ഒരു 12 കോടി രൂപയെങ്കിലും അതിനു വേണ്ടി മാത്രം, അതുകൂടാതെ ഇടയാറ്റുചാലിൻ്റെ 4.5 കോടി, എല്ലാം നോക്കുമ്പോൾ ഒരു 18 കോടി ഈ മേഖലയിൽ ചെലവഴിച്ചിട്ടുണ്ട്. ഈ 18 കോടി ഉണ്ടെങ്കിൽ എനിക്കൊരു 50 സ്ഥലത്ത് എൻ്റെ പേര് എഴുതി വയ്ക്കാം. ചെറിയ റോഡ്, ചെറിയ കെട്ടിടം, 10 ലക്ഷം വെച്ച് 15 ലക്ഷം വെച്ച് കൊടുത്താൽ മതിയില്ലേ? എല്ലായിടത്തും മഞ്ഞ പെയിന്റ് അടിച്ചിട്ട് പി രാജീവ് മഹാന്ന് എഴുതി വയ്ക്കാൻ ഞങ്ങളുടെ പൈസ ഒന്നല്ല, ജനങ്ങളുടെ മനാണത്. എന്നാൽ പേരെഴുതി വയ്ക്കലല്ല പ്രധാനം, അടിസ്ഥാന പ്രശ്നത്തെ എങ്ങനെ നമുക്ക് അഭിസംബോധന ചെയ്യാം. ഇപ്പം ഇന്നലെ മിഞ്ഞാന്നോട്ട് മാതൃഭൂമിയിൽ വാർത്ത കണ്ടു, ഈ കരുമാലൂർ പഞ്ചായത്ത് നല്ല രീതിയിൽ ഒഴുക്ക് വീണ്ടെടുത്തു, 5 കോടി ചെലവഴിച്ചു, മനോഹരമായി. ഇനി ടൂറിസം കൂടി അവിടെ വന്നാൽ തരക്കേടില്ല. ഇപ്പൊ നല്ല മാറ്റം വന്നു. നോക്കിക്കഴിഞ്ഞപ്പോൾ കലുങ്കുകൾ 5 എണ്ണം പൊളിച്ചു പണിതു. പണ്ട് ഈ കല്ലുവട്ടൊക്കെ പണിയുമ്പോൾ ഈ ഒഴുക്കുണ്ടോന്ന് നോക്കില്ല. അതുപോലെ റോഡിൽ പാലം പണി നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. ഈ എഞ്ചിനീയർമാരൊക്കെ നോക്കുമ്പോൾ മോർവശം നോക്കുള്ളൂ. നല്ല പാലം അടിയിൽ ഒഴുകണല്ലോ വെള്ളം. പോഞ്ഞിത്തോട് നോക്കിയപ്പോൾ ഒരു 15 കൊല്ലത്തിനുള്ളിൽ പണിത 3 പാലം പൊളിക്കണം ഒഴുക്കുണ്ടാവണമെങ്കിൽ. ആരെയും കുഴപ്പമില്ല, 2018 ശേഷമാണ് നമ്മളെല്ലാവരും അത്രയും ശ്രദ്ധയുള്ളവരായിട്ട് മാറിയത്, പ്രളയത്തിന് ശേഷം. എന്തായാലും നന്നായി നമുക്ക് കൃഷി വീണ്ടെടുക്കാൻ കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെയും നല്ല ഒരു ഉത്സവ അന്തരീക്ഷമാണ് നിലവിലുള്ളത്. കർഷകർ സന്തോഷത്തിലാണ്. എന്നാൽ സ്വാഭാവികമായിട്ട് എല്ലാ മേഖലയിലും പോലെ ഇത് സ്വിച്ച് ഇട്ടപ്പം തന്നെ നമുക്ക് പരിഹരിക്കാൻ കഴിയില്ല. നമ്മുടെ ഉദ്യോഗസ്ഥ സംവിധാനം, പലതരത്തിലുള്ള കാര്യങ്ങൾ. അപ്പോൾ ബിജു പറഞ്ഞ പോലെ ഇത് എന്താണെന്ന് വെച്ചാൽ ഇവരെല്ലാവരും വിഷമത്തോടുകൂടി വരും. അപ്പം തന്നെ നമ്മൾ ഇടപെടും. കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാൻ കഴിഞ്ഞു. നല്ല മാറ്റമുണ്ടായിട്ടുണ്ട്. കാർഷികോത്സവങ്ങൾ ജനങ്ങളുടെ ഏറ്റവും വലിയ ഉത്സവങ്ങളാക്കി നമുക്ക് നടത്താൻ കഴിഞ്ഞു. ഇപ്പം നമ്മുടെ വണ്ടി ഇറക്കിയിട്ടുണ്ട്, ഫാം ടു ഫോർക്ക്. തോട്ടത്തിൽ നിന്ന് ശേഖരിക്കുന്നു, ഈ റെസിഡൻഷ്യൽ ഏരിയ, ഓഫീസ്, വില്ലകൾ അവിടേക്ക് എത്തിക്കുന്നു. ആളുകളിൽ നിന്ന് കിട്ടുന്ന, ഈ ശ്രീകുമാർ പ്രസിഡൻ്റായിട്ടുള്ള ഇടപ്പള്ളി ബാങ്കാണ് അത് നോക്കുന്നത്. വൈകുന്നേരം ആ പൈസ കിട്ടിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ കർഷകരുടെ അക്കൗണ്ടിലേക്ക് കൊടുക്കുന്ന രൂപത്തിൽ ഫാം ടു ഫോർക്ക് നല്ലൊരു വാഹനം ഇപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചെറുപ്പക്കാർ അവർ നമ്മുടെ മണ്ഡലത്തിലല്ലെങ്കിൽ കൂണായിട്ട് വന്നതാണ്. നമ്മുടെ മണ്ഡലം കൂണ് മണ്ഡലമായിട്ട് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂണ് മണ്ഡലം, നേരത്തെ കൂണ് ഗ്രാമമായിരുന്നു. അപ്പോൾ അവസാനം നമ്മുടെ കൃഷിമന്ത്രിയോട് ആവശ്യപ്പെട്ടു, അദ്ദേഹം അംഗീകരിച്ചു. CP പ്രസാദിൻ്റെ പ്രത്യേക താല്പര്യം കൂടി കണക്കിലെടുത്തത് നമ്മുടെ അഭ്യർത്ഥന അംഗീകരിച്ച് ആദ്യം 2 കൂണ് ഗ്രാമമായിരുന്നു, ഇപ്പോൾ കൂണ് മണ്ഡലമായി. അപ്പോൾ എവിടെ കൂടുണ്ടാക്കിയാലും നമുക്ക് അതിനാവശ്യമായ പിന്തുണ നൽകാൻ കഴിയും. ഇവിടെ തന്നെ ഒരു ദിവസം ഞാൻ 20 വിളവെടുപ്പെടുത്തി നമ്മുടെ കൃഷിക്കൊപ്പം. ഇവിടെ വന്നപ്പോൾ ഒരു വീട്ടിൽ മോളിൽ അവർ നന്നായി കൂണ് കൃഷി ചെയ്യുന്നുണ്ട്.
എത്ര വരുമാനം ഞാൻ ഇപ്പം നിങ്ങളോട് പറയുന്നില്ല. താഴെ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ഭർത്താവ് സൗദിയിലാണ്. അപ്പോൾ അവർ പറഞ്ഞു, സാറേ ഭർത്താവ് സംസാരിക്കണം, ആയിക്കോട്ടെ, നിങ്ങളുണ്ടായിരുന്നു വീഡിയോ കോളിൽ വന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സാർ ഞാനും അങ്ങോട്ട് വരാൻ ഉദ്ദേശിക്കുകയാണ്, അതാണ് തരക്കേടില്ലാത്ത ഇവിടത്തേക്കാണ്. കൂണ് നല്ല വരുമാനം കിട്ടുന്നവരുണ്ട്, 30,000 40,000 ഒക്കെ മാസം വരുമാനം കിട്ടുന്നവരുണ്ട്. ഇനി കൂണ് വാങ്ങണമെങ്കിൽ നമുക്ക് നമ്മുടെ ബാങ്ക് വഴി വാങ്ങാനും കഴിയും.